ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മുടെ അപ്പച്ചൻ്റെ അമ്മയുടെ 50ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 50 കൊല്ലമായി. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ ആഘോഷിക്കേണ്ട കാര്യം നോക്കിയപ്പോൾ വേണ്ട, ഒരു ഡിഫറെൻ്റായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പോട് കൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ഇവിടെ പൂമല എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂരിനടുത്തുള്ള തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ വന്നാലുള്ള ഒരു ചെറിയ ഡാമാണ് പൂമല ഡാം. അവിടെ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കാലത്ത് തന്നെ പോന്നു. ഫാദർജി അവിടെ കുഴപ്പമില്ല, ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. മദർജി രണ്ടുപേരും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് ആദ്യം തന്നെ അവർക്ക് ഒരു വിവാഹ മംഗളാശംസകൾ 50 കൊല്ലത്തെ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഭയങ്കര ഫോട്ടോ ഷൂട്ടൊക്കെയാണ് നടക്കണേ. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പനമ്മയും ഇരിക്കുന്നുണ്ട്. പേരക്കുട്ടികൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് പല പോസിൽ. അനിയൻ്റെ വൈഫാണ് ഫോട്ടോ എടുക്കണത്. അനിയൻ സാബു, നമ്മുടെ വൈഫ് ഷെറിൻ. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പൂമല ഡാമിൻ്റെ പോർഷനിലേക്ക് വന്നു. പൂമല ഡാം മറ്റേത് വേറൊരു പോർഷനായിരുന്നു, ഒരു പാർക്ക് പോലത്തെ പോർഷൻ ഉണ്ട്. ശരിക്കും ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്നു പോകാവുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് റിവർ വുഡ്സ് എന്ന് പറയുന്ന റിസോർട്ട്, പൂമലയിലുള്ള റിവർ വുഡ്സ്. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. രണ്ട് കോട്ടേജ് തന്നെ ബുക്ക് ചെയ്തേക്കുന്നുണ്ട് നമ്മളിന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ വന്നപ്പോൾ മരങ്ങളും തണലും കണ്ടമാനം മരങ്ങളുണ്ട് ഇവിടെ. പേര അതുപോലെ മാവ്, നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ്. നമ്മൾ ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിനോട് അനുബന്ധിച്ച് അവിടെ ഒരു ബാഡ്മിൻ്റൺ കളിക്കാനുള്ളൊരു കോർട്ടുണ്ട്. അതുപോലെ ഒരു 2-3 ദിവസമൊക്കെ അവിടെ വന്ന് നിൽക്കാം. നല്ല മഴക്കാലമാണെങ്കിൽ ഒന്നുകൂടി രസകരമായിരിക്കും. സ്വിമ്മിങ് പൂളുണ്ട്. അതുപോലെ നല്ല ഏരിയയുള്ള സ്ഥലമാണ് കേട്ടോ. ആകെ ഇവിടെ 5 കോട്ടേജ് അങ്ങോട്ട് ഉള്ളൂ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഫലവൃക്ഷങ്ങൾ, ചക്കയൊക്കെ അടിയിലൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. കണ്ടമാനം ചക്ക കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊരു അവിടെ ഭക്ഷണശാല പോലെ നമുക്ക് ഹോട്ടലാക്കാൻ വേണമെങ്കിൽ ഇവർക്ക് ഭാവിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന, ബാക്കിൽ പാചകം ചെയ്യാവുന്ന ഒരു അടുക്കളയുണ്ട്. അടുക്കളയുമായി പാൻട്രി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അത് തൽക്കാലം അവർ വലിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 4-5 കോട്ടേഴ്സ് അല്ലേ ഉള്ളൂ, അതിനുള്ള ആൾക്കാരല്ലേ വരുള്ളൂ. പിന്നെ ഇനിയും ഇവിടെ കോട്ടേജ് പണിയാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പക്ഷിക്കൂട്, അങ്ങനെ അതാണ് കോട്ടേജ്. ശരിക്കും അത്രയും ദൂരം കൂടെ നടന്നു വന്ന് ലാസ്റ്റാണ് ഈ 4 കോട്ടേജ് ഇവിടെയുള്ളത്. ഈ ഒരു കോട്ടേജിൽ തന്നെ 2 കോട്ടേജ് ഒരുമിച്ചാണത്. 2 അഡ്ജസൻറ്റ് കോട്ടേജുകളാണിത്. ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഒരു
കോട്ടേജ് ഉണ്ട്. പേരക്കായൊക്കെ ഇഷ്ടം പോലെ കേട്ടാ. പിള്ളേരെ കുട്ടികൾക്കൊക്കെ കയറി പഴുത്ത് നിൽക്കുകയാണ് പേരക്കായ, മാങ്ങ അല്ലാതും. അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഏറ്റവും ബാക്ക് ഭാഗത്തായിട്ട് ശരിക്കും ഒരു ഡാം വ്യൂ ആണത്. ഡാം വ്യൂ കോട്ടേജാണ്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, ഓപ്പൺ സ്റ്റേജ്. ഇതാണ് കോട്ടേജിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ എല്ലാവരും അവിടെ ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. അപ്പാപ്പൻ്റെയും അമ്മമ്മേരെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ. പിള്ളേരൊക്കെ ഉഷാറായിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ, ഒരു ചെറിയ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നവർ. അങ്ങനെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു നമുക്കിരിക്കാനുള്ളൊരു കൂടാരം പോലെ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നത് ശരിക്കും ഡാമാണ്. ഇപ്പോൾ വെള്ളമില്ല, ഇപ്പോൾ നല്ല വേനലല്ലേ. വർഷക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആ പത്തായക്കുണ്ട് ഡാം എന്ന് പറയും. ഇവിടെ നമ്മൾ നേരത്തെ പോയത് പൂമല ഡാമാണ്. ഇത് പത്തായക്കുണ്ട് ഡാമിലെ വെള്ളം ഇങ്ങനെ വന്ന് സ്റ്റോർ ചെയ്ത് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ വരും. ഉണ്ടാകും. ഇവിടേക്ക് ഒരു ഗേറ്റൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങാനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. അങ്ങനെ ഞങ്ങൾ ഹാപ്പി 50 ആനിവേഴ്സറി. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. കേക്കുകൾ, സമ്മാനങ്ങൾ, എല്ലാവരും നല്ല ഫുൾ സ്വിങ്ങിലാണ്. അപ്പം അവനും മാമി കേക്ക് മുറിക്കാൻ സ്റ്റേജിൽ കയറി. പരിപാടികൾ ആരംഭിക്കുകയും എല്ലാവരും കൂടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ അനിയന സനീലിൻ്റെ വൈഫും കുട്ടികളും വന്നിട്ട് അവർക്ക് വേറൊരു പരിപാടിയുള്ളതുകൊണ്ട് അവർ ഇതിൽ എത്തിയില്ല. ശരിക്കും അവർ 3 പേര് കൂടി വരേണ്ടതാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ ടേസ്റ്റ് നോക്കിട്ടാ. അങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. 50th വെഡിങ് ആനിവേഴ്സറി അമ്മാമ അപ്പോൾ അവിടെ മറ്റേ മുട്ട പൊട്ടിക്കാനുള്ള പരിപാടിയായിട്ട് ആദ്യം സാജു മുന്നോട്ട് വന്നിട്ടുണ്ട്. വെള്ളരികളൊക്കെ തെളിയിച്ചു. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി കേക്ക് മുറിക്കുന്ന പരിപാടിയാണ്. മൗന പ്രാർത്ഥന. ഒന്ന് അടുപ്പിച്ചു രണ്ടുപേരും. ആ ഇരിക്കണ്ട നിന്നിട്ട് മുറിഞ്ഞാൽ മതി. ദിവസത്തെ മെയിൻ പരിപാടി എന്തായാലും സത്യമായിട്ടൊരു ഭാഗ്യം തന്നെയാണ്. ഒരു കല്യാണം കഴിഞ്ഞ് 50 വയസ്സ് വരെ ഭാര്യയും ഭർത്താവും ജീവിക്കുക, മക്കളുടെയും മരുമക്കളുടെയും ഒപ്പം പേരക്കുട്ടികളൊപ്പം ദൈവം അവർക്ക് അതിനുവേണ്ടി ശക്തി നൽകുകയും കുട്ടികൾക്ക് നമ്മൾ ദൈവത്തെ അനുസ്മരിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മധുരം കൈമാറി അന്നത്തെ മക്കളുടെ മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഊഴമാണ്. കുറച്ച് മതിട്ടോ. ചെറിയ പീസ് കൊടുക്കുക, ഭക്ഷണം കഴിക്കട്ടല്ലേ.
ഞാൻ കൊടുക്കള ചേട്ടൻ മുത്തേട്ടൻ പോ അങ്ങോട്ട് കൊടുക്ക്, രണ്ടാൾ കൊടുക്ക്. ക്യാമറയിൽ കൈവിടും. അപ്പം ഞാൻ മേടിച്ചപ്പോൾ കൈവിടും. അങ്ങനെ മക്കളുടെ ഊഴം കഴിഞ്ഞു. ആ 3 പേര് നിൽക്കട്ടാ. ആ 3 പേര് ഊടോ ഫോട്ടോ. വീഡിയോ ഓഫ് ചെയ്യട്ടെ. അവൻ നോക്കണ്ട്. വീഡിയോ അടുത്തത് മരുമക്കളുടെ ഊഴായി. കൊടുക്കലാണ് മധുരം. ആ 2 പേര് ഒരുമിച്ച് കൊടുക്ക്. അങ്ങോട്ട് ഇടും. ഒരാള് അമ്മയ്ക്ക്, ഒരാള് കേട്ടെ. ഫോട്ടോ എടുക്ക്. ഫോട്ടോ ആരെടുക്കണേ? ഞാൻ എടുക്കണില്ലയാ. നിങ്ങൾ നിക്ക്. ഫോട്ടോ എടുക്കാം. ഇതിൽ തന്നെ എടുക്കാം. നിന്നോ വീഡിയോയുടെ ഇടയിൽ. ആ കിട്ടി. പിള്ളേരെ കുട്ടികള് സമ്മാനം കൊടുക്കലാണ് ഇനി അടുത്ത ചടങ്ങ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടിപൊളി സ്വിമ്മിംഗ് പൂള്. ഇത് കഴിഞ്ഞാൽ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ തയ്യാറായിട്ടാണ് പിള്ളേരൊക്കെ. വെള്ളം നിറച്ചുകൊണ്ടിരിക്കണവർ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് കോട്ടേജിലേക്ക് വന്നു. കോട്ടേജിൽ ഭക്ഷണ പരിപാടികൾ ആരംഭിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടേജ് നമുക്കൊന്ന് കാണാം. നല്ല കോട്ടേജ് കേട്ടോ. ഒരു ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു ലിവിങ്, വിരുന്നുമുറി പോലെ. അത് കഴിഞ്ഞ് ഇവിടെ സൈഡിലായിട്ട് വല്ല കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ഇപ്പോൾ ചായ തിളപ്പിക്കൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ നമുക്ക് ഇഞ്ചക്ഷൻ കുക്കറൊക്കെ ഒന്ന് ചെയ്യാം. അടുത്ത റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് AC റൂമാണ്, ബെഡ്റൂമാണ്. TV സൗകര്യങ്ങൾ, നല്ല ബെഡ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ബാൽക്കണി പോലത്തെ ഒരു ഏരിയയും കൂടി ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല ഒരു കോട്ടേജ് തന്നെയാണ്.
മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ല തണുപ്പും ഒന്നുകൂടി ഒരു ഫീൽ ഉണ്ടാവും ഇവിടെ. 3500 രൂപയാണ് കോട്ടേജിൻ്റെ വാടക. 2 കോട്ടേജിനും കൂടി നമ്മൾ 2 മണി മുതലാണ് അവരുടെ ചെക്ക് ഇൻ ടൈം. 12 പിന്നെ പിറ്റേ ദിവസം 12 മണി വരെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഇതിനായതുകൊണ്ട് നമുക്കൊരു ഈ പരിപാടി നമ്മൾ ഡേ ടൈം മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് നമ്മളൊരു 12 മണി 11:30 ഇവിടെ കയറി. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാണ് കോട്ടേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കോട്ടേജിൻ്റെ ഉമ്മറത്ത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ്, നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ഒരു ആനിവേഴ്സറി 50th ആനിവേഴ്സറി പ്രമാണിച്ചിട്ട്. അപ്പോൾ ഇഷ്ടമായവർ ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു എവരിബഡി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 8 മണി 8:30 കൂടി ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് മടങ്ങി. ശരിക്കും ഇന്ന് നൈറ്റ് ഫുള്ള് ഇവിടെ നിൽക്കാമായിരുന്നു, പക്ഷേ എല്ലാവരും നാളെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ മടങ്ങി. ഓക്കെ, താങ്ക് യു.